നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ശീതളപാനീയമാണ് നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു നാരങ്ങ എടുക്കുക, കട്ട് ചെയ്ത് കളയാം. കുറച്ച് കേക്ക് കട്ട് ചെയ്ത്, വേനലാണ്, അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നത്. പിന്നെ നാരങ്ങയിലാണ് വൈറ്റമിൻ സി കൂടുതൽ, നാരങ്ങയുടെ തൊലിയിലാണ് വൈറ്റമിൻ സി കൂടുതൽ ഉള്ളത്. അപ്പോൾ നമ്മൾ നാരങ്ങയുടെ തൊലിയെ പാടി നമ്മൾ പിഴിഞ്ഞ് വേണം കുടിക്കുകയാണെങ്കിൽ പിന്നെ ഇത് ഈ സംഭവം മാത്രമേ നമ്മൾ കുടിക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് തൊലിയെ പാടി നൈസായിട്ട് കുടിക്കാം. നാരങ്ങ ആദ്യം കഴുകണം. അത് കഴിഞ്ഞിട്ടൊരു മുസമ്പിയാണ് നമ്മൾ. മുസമ്പി ഇവിടെ എന്താണെങ്കിൽ പറയാം, ഇതും നൈസായിട്ട് നമ്മൾ കഴുകണം. കഴുകിയിട്ട് വേണം അങ്ങനെ കടിക്കാനായിട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിലേക്ക് നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിലേക്ക് ഇട്ടെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു. ഇത് ഇപ്പോൾ എല്ലായിടത്തും സൗദിയിൽ ആയാലും പിന്നെ ഇന്ത്യയിലായാലും ഒക്കെ ചൂട് കാലമല്ലേ, അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് നമ്മൾക്ക് ദാഹം വരുമ്പോൾ ഇതിൽ നിന്ന് എടുത്ത് കുടിക്കാം. സൂപ്പറല്ലേ? വെച്ചിട്ട് നമ്മൾ സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നാരങ്ങയുടെ തൊലി ഇപ്പോൾ നമ്മൾ അരിഞ്ഞിട്ടെന്ന് വെച്ചാൽ കയ്പ്പ് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ഓറഞ്ചിൻ്റെയും മുസമ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗദിയിൽ ബുർത്തുക്കാൽ എന്ന് പറയും. പിന്നെ അതിൻ്റെയും നാരങ്ങയുടെയും നേരിയൊരു പുളിയും ടേസ്റ്റ് മധുരവും ഒക്കെ ഉണ്ടാവും. നമ്മളെപ്പോഴും ഇത് വേനലാവുമ്പോൾ നമുക്കിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കുടിക്കാം. പിന്നെ ഈ വെള്ളം തീർന്ന് കഴിയുമ്പോൾ നമുക്ക് ഇത് ഓറഞ്ചും നാരങ്ങയും മാറ്റാണ്ട് തന്നെ ഇതിൽ വേറെ ഐസ് വെള്ളമോ സാധാ വെള്ളമോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഐസ് ഇട്ട് വെച്ചാലും മതി. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ദാഹിക്കുമ്പോൾ അതെടുത്ത് കുടിക്കാം. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തീരുന്നത് വരെ നമുക്കിതിൽ വെള്ളമൊഴിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യുക, നന്നായിരിക്കും.